ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൻ വേൾഡ്. ഇന്നത്തെ റെസിപ്പി അവൽ കൊഴുക്കട്ട. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ചായയുടെ കൂടെ ഒരു സ്നാക്കായിട്ട് നമുക്കത് കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും അതൊന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടും നമുക്ക്. ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. കടുകൊക്കെ നന്നായി പൊട്ടിക്കിട്ടണം നമുക്ക്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതായി അരിഞ്ഞത്, 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി നന്നായി വഴന്നു വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വല്ലാതെ അങ്ങോട്ട് വഴറ്റേണ്ട കാര്യമില്ല. തേങ്ങയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് വറുത്ത് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് ഏത് തരം അവലായാലും കുഴപ്പമില്ല. നമുക്കിഷ്ടമുള്ള നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ഷേപ്പാക്കിയിട്ട് എടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതെല്ലാം നന്നായിട്ട് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൻ്റെ പാത്രം എടുത്ത് വയ്ക്കാം. അതിലേക്ക് ഇതെല്ലാം എടുത്ത് വയ്ക്കാം നമുക്ക്. ഇനി ഇതൊരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അവൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഓയിലൊന്നും അധികമില്ല. ആവിയിൽ വേവിച്ചതാണ്. ഹെൽത്തി റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക്